ഹലോ ഗൈസ്, നീറ്റ് ജെയ്ക്കൊക്കെ നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൽ വരുന്നൊരു ഭാഗമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഏതാ? റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റ്. കുട്ടികൾ സാധാരണ എന്ത് ചെയ്യുന്ന ഡൗട്ടുകളൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. എന്താണ് എൻഡ് കറക്ഷൻ, ഇതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് വരിക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്. ഏറ്റവും സിമ്പിളായുള്ള രീതിയിൽ റെസണൻസ് കോളം എന്ന് പറയാൻ പോവാണ്. ഓക്കെ, റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം നോക്കിക്കോട്ടോ. സോ റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റിന് ഇതാണ് നമ്മുടെ റെസണൻസ് കോളം. ഇതിൽ ലിക്വിഡ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനൊരു ലിക്വിഡ് നിറച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ട്യൂബ് ഇങ്ങോട്ട് വെക്കുക, ഒരു ട്യൂബ് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ട്യൂബ് വെക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഈ ട്യൂബ് വെക്കുമ്പോൾ ലിക്വിഡ് ഇതിലോട്ട് കയറും. ശരിയാണല്ലോ. അപ്പോൾ ഇത്രയും ഈ ട്യൂബ് മാത്രം നോക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം ലിക്വിഡാണ്, ഇത്രയും ഭാഗം എയർ ആണ്. ഓക്കെ, ഞാൻ ഈ ഒരു ട്യൂബ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ട്യൂബിൻ്റെ ഉള്ളിലെ ലിക്വിഡിൻ്റെ എമൗണ്ട് കുറയും, അതേസമയം എയറിൻ്റെ എമൗണ്ട് കൂടും. ശരിയല്ലേ? ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിലുള്ള എയറിൻ്റെ എമൗണ്ട് കൂടും, ലിക്വിഡിൻ്റെ എമൗണ്ട് കുറയും. റെഡി? ഇനി എന്താ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് എടുക്കും. എന്നിട്ട് ട്യൂണിംഗ് ഫോർക്ക് എടുത്താണ്ട് ഈ ട്യൂബിൽ ഇങ്ങനെ ഇടിക്കും. ഓക്കെ, അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഈ ഒരു എയർ കോളവും വൈബ്രേറ്റ് ചെയ്യും. റെഡിയാണല്ലോ? ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഇവിടെയുള്ള എയർ കോളത്തിൻ്റെ ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോൾ അവർ രണ്ടുപേരുടെയും, ട്യൂണിംഗ് ഫോർക്കിൻ്റെയും അതുപോലെ തന്നെ ഈ എയർ കോളത്തിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസികൾ ഈക്വൽ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻറ്റൻസിറ്റിയിൽ, മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ സൗണ്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് സംഭവം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെരിമെൻ്റ് അല്ല, നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് വെലോസിറ്റി കണ്ടെത്താനാണ് എക്സ്പെരിമെൻറ്റ്. അതായത് സൗണ്ടിൻ്റെ വെലോസിറ്റി എയറിൽ നോർമൽ ടെമ്പറേച്ചറിൽ എത്രയെന്ന് കണ്ടെത്തുന്നതാണ് ആക്ച്വലി എക്സ്പെരിമെൻറ്റ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഈ ട്യൂബ് ഇവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ട്യൂബ് ഇറക്കി വെച്ചുകൊണ്ട് ഇതിൽ ഫ്രീക്വൻസി ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇത് നോക്കുക. ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ ലിക്വിഡ് വരുമ്പോൾ ഇതൊരു ക്ലോസ്ഡ് എൻഡ് പോലെയാണ്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് പൈപ്പ് പോലെയാണ്. ക്ലോസ്ഡ് പൈപ്പിൻ്റെ വേവ് പാറ്റേൺ ഒക്കെ നിങ്ങൾ വരച്ച് പഠിച്ചത് അല്ലേ, നോഡ് ആൻറ്റിനോടൊക്കെ വരച്ച് പഠിച്ചത് നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഇതാ ഫസ്റ്റ് റെസണൻസ് ലെങ്ത് ഒക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, നിങ്ങൾക്കറിയാം ഒരു ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ ക്ലോസ്ഡ് എൻഡിൽ എപ്പോഴും നോഡും ഓപ്പൺ എൻഡിൽ ആൻറ്റിനോഡും ഉണ്ടാവും. അത് പ്രകാരമാണ് ഞാൻ ഫസ്റ്റത്തെ ഫിഗർ വെച്ചത്. ഫസ്റ്റത്തെ ഫിഗർ നോക്ക്. ഫസ്റ്റത്തെ ഫിഗറിൽ എന്താ അവസ്ഥ നോക്കിക്കോ. ഇതാ ഇവിടെ നോഡ് ഉണ്ട്, ഇവിടെ എന്താ ഉള്ളത്? ആൻറ്റിനോഡ്. ഇതാണ് ആദ്യത്തെ ഫിഗർ അല്ലേ. ആദ്യത്തെ റെസണൻസ് ലെങ്ത് ഇത്രയാണ് വരിക. ഈ ലെങ്ത് ഞാൻ എന്തെടുത്തു? L1 എടുത്തു. ആദ്യത്തെ റെസണൻസ് ലെങ്ത് അല്ലേ, അത് ഞാൻ L1 എടുത്തു. ഓക്കെ, ഇവിടെ ഈ ഓപ്പൺ എൻഡിൽ ആൻറ്റിനോഡ് ഉണ്ടാവുക, അതുകൊണ്ട് അങ്ങനെ വരച്ചത്. ഇത് നോഡ്. ഓക്കെ, റെസണൻസ് ലെങ്ത് L1 കൊടുത്തു. പിന്നെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കറിയാം ഈ ഓപ്പൺ എൻഡിലാണ് ആൻറ്റിനോഡ് ഉണ്ടാകുക, നമ്മൾ തിയററ്റിക്കലി പറയുന്നതാ. പക്ഷേ പ്രാക്ടിക്കലി ഈ കറക്റ്റ് ഈ ഓപ്പൺ എൻഡിലാവൂല. കുറച്ച് കറക്റ്റ് ഈ ഓപ്പൺ എൻഡിലല്ലാതെ കുറച്ച് മുകളിലായിട്ടായിരിക്കും എന്തുണ്ടാവുക പറയുക, ആൻറ്റിനോഡ് ഉണ്ടാവുക പ്രാക്ടിക്കലി പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ ഒരു ഓപ്പൺ എൻഡിൽ നിന്നും ഈ കറക്റ്റ് ആൻറ്റിനോഡ് ഫോം ചെയ്യുന്ന, അതായത് പ്രാക്ടിക്കലി ആൻറ്റിനോഡ് ഫോം ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇവിടെ മുതൽ ഇതുവരെയല്ലേ ഈ ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ എൻഡ് കറക്ഷൻ എന്ന് വിളിക്കുക. ഇതിനാണ് നമ്മൾ എന്താ വിളിക്കുക? എൻഡ് കറക്ഷൻ. ഈ കൊണ്ട് ഡിനോട്ട് ചെയ്യും, എൻഡ് കറക്ഷൻ. അപ്പോൾ നോക്കും, ആക്ച്വലി ഈ L1 അല്ല ഈ നോഡും ആൻറ്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ നോഡും ആൻറ്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ L1 + E ആണ്. നമ്മൾ വേവ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ എൻഡ് കറക്ഷൻ ഒന്നും എടുക്കാറില്ല. നമ്മൾ ആദ്യത്തെ ലെങ്ത് ഈ നോഡും ആൻറ്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കാറുള്ളൂ. പക്ഷേ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ L1 + E ആണ് ആക്ച്വലി ഈ നോഡും ആൻറ്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഒരു നോഡും അതിനടുത്തുള്ള ആൻറ്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയും നമുക്കറിയാം, λ/4. അപ്പോൾ നോക്ക്, ഈ L1ഉം +Eയും ആണ് ആക്ച്വലി λ/4. λ/4 എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. നോഡും ആൻറ്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? λ/4. റെഡി അല്ലേ? ഇത് നിങ്ങൾക്കറിയാം. ഇനി ഇത് രണ്ടാമത്തെ കേസ്, അതായത് രണ്ടാമത്തെ റെസണൻസ് ലെങ്ത്. രണ്ടാമത്തെ റെസണൻസ് ലെങ്ത്, അതായത് ഇതാണ് ലെങ്ത്. ഇത് മുതൽ ഇതുവരെ ഇതാണ് എയർ കോളത്തിൻ്റെ ലെങ്ത്. അപ്പോൾ ഈ ലെങ്ത് ഞാൻ L2 എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ നോഡ് ഉണ്ട്, ഇവിടെ ആൻറ്റിനോഡ് ഉണ്ട്, ആൻറ്റിനോഡ് ഉണ്ട്. ഇതാണ് ലെങ്ത് L2. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പ്രാക്ടിക്കലി കറക്റ്റ് ഇവിടെയല്ല ആൻറ്റിനോഡ് വരിക, കുറച്ച് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണിത് എൻഡ് കറക്ഷൻ. ഓക്കെ, അപ്പോൾ
ഈ ഇവിടുത്തെ നോഡും ഇവിടുത്തെ ആൻറ്റി നോഡും നമ്മളുടെ ഡിസ്റ്റൻസ് L2 അല്ല, ആക്ച്വലി L2 + E ആണ്. ഓക്കെ, അപ്പോൾ അവിടെ L2 + E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ കേസിലെ റെസൊണൻസ് ലെങ്ത് എത്രയാണ് അറിയില്ല, നമ്മൾ പഠിച്ചതാണ് 3 λ/4 അല്ലെ. ക്ലോസ്ഡ് പൈപ്പിൽ λ/4 കഴിഞ്ഞാൽ പിന്നെ 3 λ/4 വരിക. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ഇതൊരു λ/4, ഇത് 2 λ/4, 3 λ/4, 3 λ/4. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? ഇനി ഈ രണ്ട് ഇക്വേഷന്, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആദ്യം വേവ് ലെങ്ത് കണ്ടെത്തണം, പിന്നെ എൻഡ് കറക്ഷൻ കണ്ടെത്തണം. ആദ്യം വേവ് ലെങ്ത് കണ്ടെത്തണം. നോക്കിക്കോട്ടോ, ലെവൽസ്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L1 + E = λ/4 എന്നാണ് ഇക്വേഷൻ. പിന്നെ കിട്ടിയത് L2 + E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 λ/4 എന്നാണ് ഇക്വേഷൻ. ഇതിന് ഇക്വേഷൻ നമ്പർ 1ഉം ഇതിന് ഇക്വേഷൻ നമ്പർ 2. ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് വേവ് ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യാം, അങ്ങോട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, മൈനസ് ചെയ്യാം. ഇത് മൈനസ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 - 1 എന്താ വരിക? ഇത് മൈനസ് ചെയ്യുമ്പോൾ L2 - L1, E - E അത് കട്ടായി പോയി. 3 λ/4 λ/4, 3 λ/4 നിന്ന് λ/4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 2 λ/4. ഈ 2ഉം 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 വരും. അപ്പോൾ L2 - L1 = λ/2. അപ്പോൾ ലാംഡ എത്ര വരിക? 2നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 × L2 - L1. ഇതാണ് വേവ് ലെങ്ത്. നമുക്ക് ക്വസ്റ്റ്യൻ വരിക, എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടെത്തുന്നത് സൗണ്ടിന്റെ വെലോസിറ്റിയാണ്. വെലോസിറ്റി എങ്ങനെ കാണുക? V = ന്യൂ ലാംഡ. അപ്പോൾ V = എന്ത് കിട്ടും? ന്യൂ. V = ന്യൂ ലാംഡക്ക് വരെ എന്തായിട്ട് കൊടുക്കുക? 2 × L2 - L1. കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ, ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ 2 ന്യൂ L2 - L1. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു. രണ്ട് അടുത്തടുത്ത റെസൊണൻസ് ലെങ്ത് തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി കാണാൻ 2 ന്യൂ × L2 - L1. ഇനി നമുക്ക് എന്ത് കണ്ടെത്താം? എൻഡ് കറക്ഷൻ കണ്ടെത്താം. എൻഡ് കറക്ഷൻ കണ്ടെത്തണമെങ്കിൽ എഗൈൻ ഇക്വേഷൻ എഴുതാം. ഏതാ? L1 + E = λ/4. ഇതൊരു ഇക്വേഷൻ. പിന്നെ ഇക്വേഷൻ L2 + E = 3 λ/4. റെഡി അല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2ൽ L2 + E = 3. ഈ λ/4 ഇല്ലേ, λ/4, ഈ λ/4ന് അല്ലേ, ഈ λ/4ന് പകരം ഈ λ/4 കൊടുക്കുക. ഈ λ/4 എത്ര? L1 + E. അപ്പോൾ 3 × λ/4ന് പകരം എന്താ കൊടുത്ത്? L1 + E എന്ന് കൊടുത്തു. സോ L2 + E = 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3L1 + 3E എന്ന് വരും. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യുക? ഈ 3L1 ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ E അങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ L2 ഉണ്ട്, 3L1 ഇങ്ങോട്ട് വരുമ്പോൾ -3L1 വരും. = ഇവിടെ 3E ഉണ്ട്, ഈ E അങ്ങോട്ട് പോകുമ്പോൾ -E വരും. 3E - E എത്രയാ? 2E. റെഡി അല്ലേ? അപ്പോൾ E കിട്ടിയില്ലേ? E = എന്താ കിട്ടിയത്? L2 - 3L1 എന്താ കിട്ടുക? 2. ഇതാണ് എൻഡ് കറക്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ എൻഡ് കറക്ഷൻ എപ്പോഴാണ് 0 ആവുക? L2 ഉം 3L1 ഈക്വൽ ആവുമ്പോൾ. ശരിയല്ലേ? L2 ഉം 3L1 ഈക്വൽ ആണെങ്കിൽ പിന്നെ എൻഡ് കറക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് എൻഡ് കറക്ഷൻ ഉണ്ടാവുക? L2 > 3L1 ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? എൻഡ് കറക്ഷൻ ഉണ്ടാവും. അവിടെ എന്തുണ്ടാവും പറയടാ? എൻഡ് കറക്ഷൻ ഉണ്ടാവും. റെഡി ആണല്ലോ? എന്നാൽ പ്രത്യേകിച്ച് എൻഡ് കറക്ഷൻ പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുക? നമ്മൾ വേവ്സിൽ പ്രോബ്ലം ഒക്കെ ചെയ്ത പോലെ L2 = 3L1 ആണ് എടുക്കുക. റെഡി ആണല്ലോ? മനസ്സിലാക്കി. ഇനി കൂടുതൽ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ട്യൂബിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എൻഡ് കറക്ഷൻ കാണാം? അത് നേരിട്ട് പഠിച്ചുകൊണ്ട് ട്യൂബിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ എൻഡ് കറക്ഷൻ കാണാം. E = 0.3D ആണ് കേട്ടോ. എൻഡ് കറക്ഷൻ കാണാൻ ഇക്വേഷൻ ആണ് 0.3 × D. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ. ഇനി റേഡിയസ്ക്ക് മാറ്റിട്ടെങ്കിൽ 2 × അല്ലെ, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × R അങ്ങനെ ചെയ്യാം. ട്യൂബിൻ്റെ ഡയമീറ്റർ എന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് എൻഡ് കറക്ഷൻ കാണാം? E = 0.3 × D. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എൻട്രൻസിന് വേണ്ടിയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇനി ക്വസ്റ്റ്യൻ വരിക? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത് അടുത്ത പാർട്ടായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി ആണല്ലോ?